ഹായ്, വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൺ. ടേൺ ടു ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കേരള PSCയുടെ LDC മെയിൻ സിലബസ് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മെയിൻ സിലബസ് കണ്ടിട്ടുണ്ടാവും. എങ്കിലും ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. LDC പരീക്ഷ, മെയിൻ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. LDCയുടെ മെയിൻ സിലബസിൻ്റെ കംപ്ലീറ്റ് അനാലിസിസ് ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സിലബസ് അറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ശരിയായ വിധത്തിൽ നമ്മുടെ പ്രിപ്പറേഷൻ ഓക്കെ ആയി നല്ലൊരു കോൺഫിഡൻസോട് കൂടി മെയിൻ എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ സിലബസ് നോക്കിയ സമയത്ത് GK നമുക്കറിയാം, ജനറൽ നോളജ് പൊതുവിജ്ഞാനം നമുക്കറിയാം 50 ക്വസ്റ്റ്യൻസ് ആണ് പൊതുവിജ്ഞാനത്തിൽ നിന്നുള്ളത്. പിന്നീട് ആനുകാലികം അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് 20 ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മലയാളം 10, ജനറൽ ഇംഗ്ലീഷ് 10, മലയാളം 10, അതുപോലെ തന്നെ മാത്സ് 10. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് മെയിൻ എക്സാം ഉള്ളത്. അതിലേറ്റവും പ്രധാനം കൊടുക്കുന്നത് ഏതിനാണ്? നമ്മുടെ ജനറൽ നോളജ് അല്ലെങ്കിൽ പൊതുവിജ്ഞാനത്തിനാണ്. പൊതുവിജ്ഞാനത്തിൽ എല്ലാതും ഉൾപ്പെടുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് ഏത് നമ്മുടെ ജനറൽ നോളജ് അല്ലെങ്കിൽ പൊതുവിജ്ഞാനം എന്നുള്ളത്. അപ്പോൾ ഓരോ ഭാഗത്തെയും എങ്ങനെ നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെ നമ്മൾ സമീപിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യമായി നമുക്ക് അറിയാം, ഓരോ വിഭാഗത്തു നിന്നും എത്ര മാർക്കാണ് അലോട്ട് ചെയ്യപ്പെട്ടത് പൊതുവിജ്ഞാനത്തിൽ നിന്നുള്ളത്. നമുക്കറിയാം, ചരിത്രത്തിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് മോഡേൺ ഇന്ത്യയിൽ നിന്നാണ് അധിക ഭാഗവും നോക്കേണ്ടിയുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരാം. അതിനു മുമ്പ് ചരിത്രത്തിൽ നിന്ന് 5 മാർക്കാണ് നമ്മൾ മാക്സിമം അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുപോലെ തന്നെ ഭൂമിശാസ്ത്രത്തിൽ നിന്ന്, ജോഗ്രഫിയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ എക്കണോമിക്സിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്കിനാണ്. ഇത് മൂന്നും തന്നെ ഈ 5 ഭാഗങ്ങൾ തന്നെ നമുക്ക് 25 മാർക്ക്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഭരണവും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളും, ഇതിൽ നിന്ന് തന്നെ നമുക്ക് 1/4 ഓഫ് ദി പാർട്ട് LDCയുടെ 1/4 ഓഫ് ദി പാർട്സ് നമ്മൾ കംപ്ലീറ്റ് ആവുക എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സയൻസിൻ്റെ ഏരിയ നോക്കുകയാണെങ്കിൽ ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എന്നുള്ള ടോപ്പിക്കാണെന്നുള്ളത്. ആ ടോപ്പിക്കിൽ നിന്ന് 6 മാർക്കാണ്. അപ്പോൾ 25ഉം 6ഉം 31 മാർക്കായി. പിന്നെ ഭൗതികശാസ്ത്രം, ഫിസിക്സിൽ നിന്ന് 3 മാർക്കും, അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ നിന്ന്, രസതന്ത്രത്തിൽ നിന്ന് 3 മാർക്കുമായി. അതോടുകൂടി 37 മാർക്ക് പൊതുവിജ്ഞാനത്തിൽ നിന്ന് ഓൾറെഡി നമുക്ക് കവർ ചെയ്യപ്പെട്ടു. ദെൻ ഏറ്റവും വലിയ ടോപ്പിക്കായിട്ട് LDCയുടെ സിലബസ് നോക്കുന്ന ഒരാൾക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു ടോപ്പിക്കായിട്ടുള്ള കല, കായികം, സാഹിത്യം, സംസ്കാരം എന്നുള്ള ഏറ്റവും വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് 5 മാർക്കാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, സുപ്രധാന നിയമങ്ങൾ ബാക്കി വരുന്നത്, അതിൽ നിന്ന് 8 മാർക്ക്. ഇങ്ങനെ പൊതുവിജ്ഞാനത്തിൽ നിന്ന് 50 മാർക്കാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏരിയ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കല, കായികം, സാഹിത്യം, സംസ്കാരം, അതിൽ നിന്ന് 5 മാർക്കും, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളിൽ നിന്ന് 3 മാർക്കും, അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ, ലോസ്, അതിൽ നിന്ന് 5 മാർക്കുമാണ് നമ്മുടെ സിലബസിൽ കാണിക്കുന്നത്. ദെൻ 50 മാർക്ക് നമ്മൾ പറഞ്ഞു ജനറൽ നോളജ് പൊതുവിജ്ഞാനത്തിലാണ്. ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫേഴ്സിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. കറണ്ട് അഫേഴ്സിന് 20 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 20 മാർക്ക് കറണ്ട് അഫേഴ്സിൽ നിന്നാണ്. ഈ 20 മാർക്കിന് പുറമേ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതുപോലെ തന്നെ മലയാളം ലാംഗ്വേജ് 10 മാർക്ക് വീതവും, അതുപോലെ തന്നെ സിമ്പിൾ മാത്സ്, ലഘുഗണിതവും, അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി, റീസണിങ്ങും കൂടി 10 മാർക്ക്. ഇങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് മെയിൻ എക്സാം, LDCയുടെ മെയിൻ എക്സാം എന്നുള്ളത്. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പൊതുവിജ്ഞാനത്തിൽ ആദ്യമായിട്ടുള്ളത് നമുക്ക് ചരിത്രമാണ്. ചരിത്രത്തിൽ പ്രധാനമായിട്ടും നോക്കുന്നത് മോഡേൺ ഇന്ത്യയിൽ നിന്നാണ്. കേരളം ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് കേരളം, യൂറോപ്യന്മാരുടെ വരവ്, അതുപോലെ തന്നെ യൂറോപ്യന്മാരുടെ സംഭാവന, കേരള ഹിസ്റ്ററി തുടങ്ങിയിട്ട്
അതായത് 7ാം ക്ലാസ്സിൽ ഉള്ള SCERT പുസ്തകത്തിൽ ആദ്യത്തെ പാഠം തന്നെ യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. ആ പാഠം മുതൽ 7ാം ക്ലാസ് മുതൽ ഒന്ന് നന്നായിട്ട് വായിച്ചാൽ, SCERT പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഈ സിലബസ് കവർ ചെയ്യുമെന്നുള്ളതാണ്. ദെൻ കേരള യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, അതുപോലെ തന്നെ മാർത്താണ്ഡ വർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രം, അതുപോലെ തന്നെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ, അതുപോലെ തന്നെ ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം, ഇതെല്ലാമാണ് ചരിത്രത്തിലെ 5 മാർക്കിന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഏരിയ. ഇനി അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ്, 5 മാർക്കിൽപ്പെട്ട ടോപ്പിക്കാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം. ബ്രിട്ടീഷുകാരുടെ ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857, അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ വർത്തമാന പത്രങ്ങളും സ്വാതന്ത്ര്യ സമര ചരിത്ര സാഹിത്യവും എന്നുള്ള ടോപ്പിക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കല, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരം, മഹാത്മാഗാന്ധിയുടെ വരവ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, 1950 ശേഷമുള്ള ഇന്ത്യയുടെ ചരിത്രം, അതുപോലെ തന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നത്. മൂന്നാമത്തെ ടോപ്പിക്ക് വേൾഡ് ഹിസ്റ്ററിയാണ്. അത് വേൾഡ് ഹിസ്റ്ററിയിലും തുടങ്ങുന്നത് 1857 ശേഷമാണ്. 1857 ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമുള്ള ചരിത്രമാണ് നമുക്ക് പഠിക്കാനുള്ള. ഗ്രേറ്റ് റവല്യൂഷൻ, അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ തന്നെ ചൈനീസ് വിപ്ലവം, 2 ലോകമഹായുദ്ധങ്ങൾ, അതിനുശേഷമുള്ള ഐക്യരാഷ്ട്രയുടെ രൂപീകരണം, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ, ഇതെല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഈ 3 ടോപ്പിക്ക് അടങ്ങിയിട്ടുള്ളൂ. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. കേരള ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു യൂറോപ്യന്മാരുടെ ആഗമനം മുതൽ, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഇന്ത്യ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ, വേൾഡ് ഹിസ്റ്ററിയിൽ വേണമെങ്കിൽ ഗ്രേറ്റ് റവല്യൂഷൻ മുതൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മുതലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക്. ഇതിൽ നിന്ന് നമുക്ക് മാർക്ക് എന്നുള്ളത് 5 മാർക്കായിരിക്കും. ഇനി നമുക്ക് ഭൂമിശാസ്ത്രം നോക്കാം. ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങള്, ഭൂമിശാസ്ത്രത്തിന്റെ ഫസ്റ്റ് ടോപ്പിക്ക് ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, അതുപോലെ തന്നെ പാറകള്, റോക്ക് ഫോംസ്, അതുപോലെ തന്നെ ഭൗമോപരിതലം, അതുപോലെ തന്നെ അന്തരീക്ഷ മർദ്ദം, അതുപോലെ തന്നെ താപനില, ഋതുക്കൾ, കാലാവസ്ഥ, ക്ലൈമറ്റ്, അതുപോലെ തന്നെ ആഗോള പ്രശ്നങ്ങൾ, ഗ്ലോബൽ വാർമിങ്, വിവിധ തരം മലിനീകരണങ്ങൾ, ഇത്തരത്തിലുള്ള ടോപ്പിക്കൊക്കെയാണ് ഭൂമിശാസ്ത്രം, ജോഗ്രഫിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിവര സംവിധാനം, മാപ്പ് സ്റ്റഡീസ്, അതുപോലെ തന്നെ മഹാസമുദ്രങ്ങൾ, സമുദ്ര ചലനങ്ങൾ, അതുപോലെ തന്നെ ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ, അവയുടെ പ്രധാനപ്പെട്ട ലോകരാഷ്ട്രങ്ങളും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സിയോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദികളോ അതിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ, ഇത്തരത്തിലുള്ള മാപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഭൂമിശാസ്ത്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഭൂമിശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്ന 5 മാർക്കാണ്. അത് വേൾഡ് ജോഗ്രഫിയാണ് ഇതുവരെ പറഞ്ഞത്. ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്. ഇന്ത്യൻ ജോഗ്രഫിയിൽ ഭൂപ്രകൃതി, ഇന്ത്യയുടെ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങളും അവയുടെ സവിശേഷതകളും, ഓരോ സംസ്ഥാനങ്ങളും അവയുടെ സവിശേഷതകളും, സാധാരണ 1 മാർക്ക് 2 മാർക്ക് എല്ലാ PSC പരീക്ഷയിലും സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ അവയുടെ സവിശേഷതകളും കാണാറുണ്ട്. ദെൻ ഉത്തരപർവ്വത മേഖല, അതായത് ഹിമാലയൻ പർവ്വത നിരകളെക്കുറിച്ചും അവിടുത്തെ നദികളെക്കുറിച്ചും ഉത്തര മഹാസമതലത്തെക്കുറിച്ചും ഉപദ്വീപീയ പീഠഭൂമികളെക്കുറിച്ചും, അതുപോലെ തന്നെ കാലാവസ്ഥ, ഇന്ത്യയിലെ ക്ലൈമറ്റ്, നമ്മുടെ സസ്യപ്രകൃതി, നാച്ചുറൽ വെജിറ്റേഷൻ ആയിട്ടുള്ളതും, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കൃഷി, ധാതുക്കൾ, വ്യവസായങ്ങൾ, അതുപോലെ തന്നെ എനർജി സ്രോതസ്, ഊർജ സ്രോതസ്സുകൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ, ഇതൊക്കെ ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദെൻ കേരള ജോഗ്രഫി, കേരളത്തിലെ ഭൂപ്രകൃതി, അതുപോലെ തന്നെ ജില്ലകൾ, ജില്ലയുടെ സവിശേഷതകൾ, അതുപോലെ തന്നെ നദി, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, നാച്ചുറൽ വെജിറ്റേഷൻ, വന്യജീവി, കൃഷി, ഗവേഷണ സ്ഥാപനങ്ങൾ, ഋതുക്കൾ, വ്യവസായങ്ങൾ, ഊർജ സ്രോതസ്സുകൾ, ഇതുപോലെ തന്നെ റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ, ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുള്ള വേൾഡ് ജോഗ്രഫി, അതായത്
ബേസിക് ജോഗ്രഫി പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ജോഗ്രഫി അതുപോലെ തന്നെ കേരള ജോഗ്രഫി കൂടി അറിഞ്ഞിരിക്കണം. ഈ ജോഗ്രഫിയുമായിട്ട് പാർട്ട് ചെയ്യപ്പെട്ട ഏരിയയിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത് 5 മാർക്കിനായിരിക്കും. ഇനി അടുത്തത് എക്കണോമിക്സ് ആണ്. ധനതത്വശാസ്ത്രമാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം. പഞ്ചവത്സര പദ്ധതികൾ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. വളരെ കുറഞ്ഞ ടോപ്പിക്കുള്ളൂ എക്കണോമിക്സിൽ. അതുകൊണ്ട് തന്നെ ആ 5 മാർക്ക് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഇന്ത്യ സാമ്പത്തിക രംഗം, അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, ഇപ്പോഴത്തെ നീതി ആയോഗ്, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ, ധനകാര്യ സ്ഥാപനങ്ങൾ, പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇത് മാത്രം അടങ്ങുന്നതാണ് 5 മാർക്കിനുള്ള എക്കണോമിക്സ് ധനതത്വശാസ്ത്രം എന്നുള്ളത്. ദെൻ അടുത്തത് നമുക്ക് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഏരിയയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഭരണഘടനയുടെ നിർമ്മാണ സമിതിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രിയാമ്പിൾ ചോദിക്കുന്നുണ്ട്. പൗരത്വം, മൗലിക അവകാശം, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ. ഓക്കെ, ഇത് ഒരു ഓർഡറിൽ പഠിച്ചു പോയാൽ മതി. ഭരണഘടന നിർമ്മിക്കുന്ന സമിതി, അല്ലെങ്കിൽ അതിനെ കൂടെ തന്നെ അതിൻ്റെ പ്രിയാമ്പിൾ, അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ്, പൗരത്വം, ദെൻ മൗലിക അവകാശങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP, ദെൻ മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് നിങ്ങളുടെ സിലബസിൽ തന്നെ പറയുന്നത് 42, 44, 52, 73, 74, 86, 91, 42 മിനി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വിളിക്കുന്ന ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 42, പിന്നെ 44, അതുപോലെ തന്നെ 52, 73, 74 നമുക്കറിയാം പഞ്ചായത്ത് രാജാണ്. 86 റൈറ്റ് ടു എഡ്യൂക്കേഷൻ വരുന്നതാണ്. 91 ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ്. ഏറ്റവും ചെറിയതാണ്, ഏറ്റവും ടോപ്പായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ദെൻ പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ ഭരണഘടന അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ അവയുടെ ചുമതലകൾ, NHRC ഒക്കെ നമുക്ക് പ്രിലിമിനറി ലെവലിൽ ധാരാളം ചോദിച്ചാണ്. അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ദെൻ കൺകറന്റ് ലിസ്റ്റ്, അതായത് നമ്മുടെ ഷെഡ്യൂൾ 7 നമ്മൾ നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടതാണ്, ഏതൊക്കെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടത്, ഏതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ. ദെൻ നമുക്ക് നോക്കാനുള്ളത് കേരള ഭരണ സംവിധാനം എന്നുള്ള 5 മാർക്കിനാണ്. കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും അതുപോലെ തന്നെ മായിട്ട് ബന്ധപ്പെട്ടാണ്. കേരളം സംസ്ഥാന സിവിൽ സർവീസ്, PSC കുറിച്ച്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ദെൻ വിവിധ കമ്മീഷനുകൾ, അതുപോലെ തന്നെ സാമൂഹിക, സാമ്പത്തിക, വാണിജ്യ ആസൂത്രണ, അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണം കേരളത്തിലാണ് നമുക്കറിയാം ആദ്യമായിട്ട് നല്ല രീതിയിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീകളും കുട്ടികളും മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യ ക്ഷേമം, അതുപോലെ തന്നെ സുരക്ഷിതത്വം. ഇതാണ് നമുക്ക് ഹിസ്റ്ററി, അതുപോലെ തന്നെ ജോഗ്രഫി, അതുപോലെ തന്നെ എക്കണോമിക്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ കേരള ഗവർണൻസ് ആൻഡ് ഭരണ സംവിധാനങ്ങളും ഈ ഉൾപ്പെട്ടിട്ടുള്ള 25 മാർക്കിനുള്ള ഏരിയാസ്. സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ ലിറ്ററേച്ചർ, ആർട്ട്, സ്പോർട്സ്, അതുപോലെ തന്നെ മറ്റുള്ള ബേസിക് ഓർഡിനറി ലോസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ്, ബേസിക് നോളജ്. ഇതാണ് അടുത്ത 25 മാർക്കിനുള്ളത്. ഇപ്പോൾ ഓൾറെഡി 25 മാർക്കിന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അടുത്ത ഭാഗം എന്നുള്ളത് സയൻസ് റിലേറ്റഡും ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡും ഓർഡിനറി ലോയും അതുപോലെ തന്നെ കല, ശാസ്ത്രം, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് നമ്മൾ നടത്തും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കത് ചർച്ച ചെയ്യാം. താങ്ക് യു.